ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ പുട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 2 കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ടിപ്സൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റവ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ വറുക്കുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടും. അപ്പോൾ ആ ഒരു മണം കിട്ടുന്നത് വരെ വറുത്തെടുക്കാം. കളറൊന്നും മാറിപ്പോയരുത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. റവ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവലാണ്. ഇപ്പോൾ ഒരു 1/4 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഏത് തരം അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. പറ്റാവുന്നത്ര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ അവലും കൂടി നമ്മൾ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഈ റവ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ച അവൽ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ലൈറ്റായിട്ട് ഒരു മധുരം കാണൂ. ചേർത്താൽ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ അവലും നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് ഈ പുട്ട് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് കൈവച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് തിരുമിയെടുക്കാം. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തും എത്തും. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. ഒരു അരക്കപ്പിനേക്കാളും കുറച്ച് വെള്ളം മതി നമുക്ക് ഇത് നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നനച്ചെടുക്കാം. അപ്പോൾ പുട്ടുപൊടി നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് തന്നെ മതിയാവും. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചതാണ്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ തേങ്ങയും പുട്ടുപൊടിയും നിറച്ച് പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടുകുറ്റിയിൽ നേരത്തെ തന്നെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചതിന് ശേഷം ഇത് വെച്ച് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡിയാവും. ഇപ്പോൾ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ എത്ര സമയം വെച്ചതിന് ശേഷം കഴിച്ചാലും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ആവിൽ ചേർത്ത കാരണമാണ് നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അവൽ ചേർക്കുമ്പോൾ വെളുത്ത അവൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. നല്ല ആ ഒരു വെളുത്ത കളർ കിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്